ഇന്നത്തെ ലൈഫ് സ്റ്റൈലും പിന്നെ ഫുഡ് ഹാബിറ്റ്സും ഒക്കെ കാരണം സ്കിൻ ഡാമേജ് ആവാനുള്ള റീസൺ അത് മുടിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി സ്കിൻ നന്നാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ബേസിക്കലി നമ്മളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മളെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുക. നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലുണ്ട്, നല്ല പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാ വൈറ്റമിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ഡയറ്റ് ഉണ്ട്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഉണ്ട്, പ്രോപ്പർ ഹൈഡ്രേഷൻ ഉണ്ട്, മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസ് ഉണ്ട്, അതേപോലെ നമ്മൾ സ്ട്രെസ് ലെവൽസ് കൺട്രോൾഡ് ആണ്. ഇതൊക്കെ തന്നെ ധാരാളമാണ് നല്ലൊരു സ്കിൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പം ഇതൊന്നും ഇല്ലാത്തൊരു കണ്ടീഷനിൽ ഇപ്പം ഇഫ് യു ആർ എ സ്മോക്കർ, ഒരു ആൽക്കഹോളിക് ആണ്, അതല്ല ഒരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ഇല്ല, അതേപോലെ പ്രോപ്പർ ഡയറ്റ് പാറ്റേൺ ഇല്ല, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്തിട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല, അതെല്ലാം നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ഡയറ്റ് കഴിക്കുക, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നല്ല കളറുള്ള ക്യാരറ്റ്സ്, ബീറ്റ്റൂട്ട്സ്, അതേപോലെ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു നാച്ചുറലി തന്നെ ഒരു ഗ്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആക്നെ പോലുള്ള പ്രശ്നമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഷുഗറി ഡയറ്റ് എടുക്കാതിരിക്കുക, ഒത്തിരി ഓയിൽ ഫ്രൈഡ് ഫുഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഡയറ്റ് ചേഞ്ചസ് കൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ സ്കിൻ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേർക്ക് ഈ വർക്ക് പ്രഷറും അതൊക്കെ ഡാർക്ക് സർക്കിൾസ്, അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ്? ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുമ്പം ഇപ്പം IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒത്തിരി സ്ക്രീൻ ടൈം ഉള്ള ആൾക്കാർക്ക് അവർക്കൊരു 8 to 9 hours സ്ക്രീൻ ടൈം ഇന്നെവിറ്റബിൾ ആണ്, അവർക്ക് അത് ഇരുന്നേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മിനിമം കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. ഈ ബ്ലൂ ലൈറ്റ് സ്ക്രീന് ചെയ്ത് വരുന്ന ഗ്ലാസ്സസ് ഉണ്ട്, അവർക്ക് അത് ഇട്ടിരിക്കാം. അതേപോലെ തന്നെ സൺസ്ക്രീൻ നമ്മൾ ഇടുമ്പോഴത്തേക്കും അണ്ടർ ഐ ഏരിയ അവോയ്ഡ് ചെയ്യാറുണ്ട്, അണ്ടർ ഐ ഏരിയയും ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ഇതും ബ്ലൂ റേസും ഓൾസോ ക്യാൻ എഫക്ട് ദ സ്കിൻ. അപ്പം അത് അണ്ടർ ഐ ഏരിയയിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് PRP എന്ന് പറയും. PRP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ ബ്ലഡ് തന്നെ എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് അതിനകത്ത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും, അത് നമ്മുടെ അണ്ടർ ഐയിലോട്ട് ഇൻഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിന്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് കുറയാനും അതേപോലെ തന്നെ അണ്ടർ ഐ ഏരിയ ഒന്നുകൂടെ റിജുവനേറ്റഡ് ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളൊരു ഇഷ്യൂ ആണ് ഹോളോനെസ് കൊണ്ട് കുറച്ച് കണ്ണ് കുഴിഞ്ഞതായിട്ടും കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉള്ളവർക്ക് കാണുന്നത്. അതേപോലെ ഫൈൻ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടോക്സ്, ഫില്ലേഴ്സ് പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം. ഒരു മൈൽഡ് ടു മോഡറേറ്റ് ലാക്സിസിറ്റി ആണെന്നുണ്ടെങ്കിൽ അണ്ടർ ഐ ഏരിയയിൽ നമുക്ക് ഹൈഫു പോലത്തുള്ള ട്രീറ്റ്മെന്റ്സിലോട്ട് ഓപ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നോൺ ഇൻവേസീവ് ആണെന്ന് വെച്ചാൽ പെയിൻലെസ് ആണ്, ഇഞ്ചെക്ഷൻസോ മറ്റ് വേദന വരുന്ന കാര്യങ്ങളോ ഒന്നുമില്ല.